guys, welcome back to Sala Learning. It's me, Sri Bhavma SB. മക്കളെ ഇന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വീഡിയോയില് കംപ്ലീറ്റ് ആയിട്ടും ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതും നിങ്ങൾക്ക് വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പൊ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഷുവർ ആയിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ, ഫസ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യമാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ഏതൊക്കെ ലോകളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ഈ രണ്ടെണ്ണം പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ എന്താണെന്ന് മിസ് ഡീറ്റെയിൽ ആയിട്ട് മക്കൾക്ക് പറഞ്ഞുതരാം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നതനുസരിച്ച് മാസ് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഹൈഡ്രജനും ക്ലോറിനും റിയാക്റ്റീവ് HCl ഉണ്ടാകുന്ന റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ H2 plus Cl2 which gives 2HCl. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതാ നോക്കുക, 2 ഗ്രാം ഹൈഡ്രജനും 71 ഗ്രാം ക്ലോറിനുമാണ് ഞാൻ എടുത്തതടാ. അത് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? 73 ഗ്രാം. അപ്പൊ ഇവിടെയും 73, ഇവിടെയും 73. ഇവിടെ ടോട്ടൽ കണ്ടോ, 71 plus 2 വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 73 വരും. ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലായി പ്രോഡക്റ്റും റിയാക്ടൻസും സെയിം ആയതുകൊണ്ട് മാസ് എന്ന് പറയുന്ന സാധനം മാറിയിട്ടില്ല. സോ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed in the chemical reaction. അടുത്ത ലോ ആണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നും അത് പറയാൻ വേണ്ടി പറ്റും. എന്താണ് മക്കളെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദിസ് ലോ വാസ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ലോ സ്റ്റേറ്റഡ് ചെയ്തിട്ടുള്ളത് പ്രോസ്റ്റ് ആണ്. അതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് ദ എലമെന്റ്സ് ആർ ഓൾവേസ് പ്രസന്റ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ്. മാസ് വൈസ് നോക്കുന്ന സമയത്ത് അവരെപ്പോഴും അവരുടെ റേഷ്യോ, മാസ് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണല്ലോ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, പേര് തന്നെയുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എലമെന്റ്സിന്റെ ആ ഒരു മാസുകളുടെ പ്രൊപ്പോർഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് എവിടെ നിന്ന് എന്ത് ചെയ്താലും മാറില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് H2 ഉണ്ടാകുന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസിന്റെ പ്രൊപ്പോർഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അത് 2:16 ആണ് വരാ. ബട്ട് അത് നമ്മൾ ചെറുതാക്കിയിട്ട് 1:8 ആക്കിയിട്ട് എഴുതും. അപ്പോ നമുക്ക് എവിടെ നിന്ന് വെള്ളം എടുത്താലും, ഇപ്പൊ ഞാൻ ഭൂമിയിലെ ഏത് സൈഡിൽ നിന്ന് കിട്ടും, ഇപ്പൊ കേരളത്തിൽ നിന്നോ ആൻഡ് പഞ്ചാബിൽ നിന്നോ എന്തിനാ യൂറോപ്പിൽ നിന്ന് എടുത്താൽ പോലും വെള്ളം എന്ന് പറയുന്ന സാധനം, വാട്ടർ എന്ന് പറയുന്ന സാധനത്തിന്റെ മാസ് റേഷ്യോ ഒരിക്കലും മാറില്ല. ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്ന ഒരു മാസ് റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് 1:8 എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യം കൂടെ പഠിച്ചാൽ അടിപൊളി ആചരണങ്ങള് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യത്തിലോട്ട് ഞാൻ പോവാണ്. അത് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി ആണ്. 6 അറ്റോമിക് തിയറി പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഞാൻ പറയാം. ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. കണ്ടോ, മാറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനിത്തിങ് ദാറ്റ് ഒക്കുപൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. ഒന്ന് ഇരിക്കാൻ കുറച്ച് സ്ഥലവും മാസമുള്ള എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് പറയാം. മിസ്സിന് ഈ ഒരു ഫോൺ മാറ്റർ ആണ്, ഈ ഒരു പെണ്ണ് മാറ്റർ ആണ്, എന്തിന് ടിഷ്യൂ പേപ്പറുടെ മാറ്റർ ആണ്. കാരണം ഇതിന് ഇരിക്കാനൊരു സ്പേസും വേണം, വേണ്ടോ, ഇവിടെ ഇരിക്കാനുള്ള സ്പേസും വേണം ആൻഡ് മാസും ഉണ്ട് അല്ലെ. സോ വി ക്യാൻ സേ എന്താ പറയാൻ പറ്റും, അത് മാറ്റർ ആണ്. അത് നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം കൊണ്ടാണെന്നാണ് നമ്മുടെ ഡാൾട്ടൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എന്താടാ, ആറ്റം ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ വിച്ച് cannot be created and destroyed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിലെ ആറ്റത്തിനെ വീണ്ടും ഇൻഡിവിസിബിൾ ചെയ്യാൻ പറ്റില്ല. ഇനിയും അതിനെ കട്ട് ചെയ്ത് കുഞ്ഞാക്കി മാറ്റാൻ പറ്റില്ല എന്നാണ് ഡാൾട്ടൻ പറയുന്നത്. ബട്ട് നമ്മൾ പിന്നീട് അത് മാറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. ആൻഡ് നെക്സ്റ്റ് വൺ, ആറ്റംസ് ഓഫ് ഗിവൺ എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ മാസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു എലമെന്റിന്റെ ഐഡന്റിക്കൽ ആയിരിക്കും അതിന്റെ മാസും കെമിക്കൽ പ്രോപ്പർട്ടിയും. ഇപ്പൊ കാർബൺ എന്ന് പറയുന്ന ഒരാളുടെ നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചോ, അതിന്റെ മാസ് എന്ന് പറയുന്നതും കെമിക്കൽ പ്രോപ്പർട്ടി എന്താണ്? ഐഡന്റിക്കൽ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കുറേ രീതിയിലാണ്, കുറെ കടല നിങ്ങൾക്ക് തന്നു വിചാരിച്ചോ, അതിന് ഒരു കടല എടുത്താലും കടല തന്നെയാണ് അല്ലെ, അതിന് മാറ്റമൊന്നും സംഭവിക്കില്ല. അപ്പൊ അത് ഐഡന്റിക്കൽ ആണ്, ഒരുപോലെയാണ് എല്ലാതും. ഇപ്പൊ വേറൊരു കാർബൺ എടുത്താലും അതുപോലെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ആൻഡ് ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് മാസസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. അപ്പൊ വേറൊരു എലമെന്റ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഹൈഡ്രജനും കാർബണും എടുത്തു വെച്ചാൽ ഹൈഡ്രജന്റെ വേറെ, കാർബണിന്റെ വേറെ, ഇത് എന്ന് പറയുന്ന പോലെ രണ്ടും വേറെ വേറെ തന്നെയാണ് അല്ലെ. സോ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മാസും കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും മാറ്റങ്ങൾ കാണിക്കുക, ഒരുപോലെ ആയിരിക്കുക. ഇനി ആറ്റംസ് കമ്പൈൻ ഇൻ ദ റേഷ്യോ സ്മോൾ ഹോൾ നമ്പർ ടു ഫോം എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നുണ്ട് നമുക്കറിയാം അല്ലെ. രണ്ടോ അതിലധികമോ എലമെന്റ്സ് കൂടി ചേരുമ്പോഴാണ് നമ്മൾ അതിനെ കോമ്പൗണ്ട്സ് എന്ന് പറയുക. NaCl, സോഡിയം ക്ലോറിനും ചേർന്നതാണ് നമ്മുടെ ഉപ്പ് NaCl എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാളുകൾ കൂടി ചേർന്നാണ്. അവർ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും സ്മോൾ ഹോൾ നമ്പർ ആയിരിക്കും. അപ്പൊ 0 മുകളിലോട്ട് 1, 2, 3 ഒരു കാർബൺ
ഒരു ഹൈഡ്രജനും രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയാലാണ് H2O ഉണ്ടാവുന്നത്. ഒരു സോഡിയം ഒരു ക്ലോറിനും കൂടിയിട്ടാണ് മക്കളെ എന്തുണ്ടാവുന്നത്, ഉപ്പ് ഉണ്ടാവുന്നത്. അതൊക്കെ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, അത്ര മാത്രമേ അതിനകത്തുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ, ദ റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ആറ്റംസ് ആർ കോൺസ്റ്റന്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് റിലേറ്റീവ് നമ്പർ കൈൻഡ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു കോമ്പൗണ്ടിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്തുള്ള ആറ്റംസും ആൻഡ് അതിനകത്തുള്ള അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത്ര മാത്രമേ നമ്മുടെ ഡാൾട്ടൺ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിനെ ഡാൾട്ടൺ അറ്റോമിക് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള 6 പോസ്റ്റ്ലേറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ആറ്റം എന്ന് നമ്മൾ പഠിക്കണം അല്ലേ. എന്താണ് ആറ്റം? Atom is the smallest particle which show all the characteristic properties of an element. ഒരു എലമെന്റിന്റെ എല്ലാ സ്വഭാവം കാണിക്കുന്ന ആളിനെയാണ് ആറ്റം എന്ന് പറയാം. അപ്പൊ ഞാൻ എടുക്കുന്ന ഈ ഫോണില ഒരുപാട് കോടി മില്യൺ ഓഫ് ആറ്റംസ് ഉണ്ട്. അതിന് ഒരു ആറ്റം ഞാൻ എടുത്താൽ ഇതിന്റെ എല്ലാ സ്വഭാവം കാണിക്കുന്ന ഒരാൾ തന്നെയല്ലേ അത്. അത്രയേ ഉള്ളൂ, അതാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ആറ്റത്തെ പറ്റിയിട്ട് നമുക്കറിയാം. അപ്പൊ നമുക്ക് അടുത്തത് പറയേണ്ടത് സിമ്പിൾസ് ആണ്. എടാ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സിമ്പിൾ നിങ്ങളുടെ മനസ്സിൽ വരൂലേ, വാട്സപ്പ് എന്ന് പറയുമ്പോൾ വാട്സപ്പിന്റെ വരൂലേ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സിമ്പിൾസ് പലതിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും മക്കളെ, H, ഹീലിയം HE, കാർബൺ C എന്നൊക്കെ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ പലപ്പോഴും ഈ പേര് വന്നിട്ടുള്ളത് ചിലപ്പോൾ ലാറ്റിൻ നെയിമിൽ നിന്നായിരിക്കാം. ഇപ്പൊ സോഡിയത്തിന്റെ പറയുമ്പോൾ നാട്രിയം എന്ന് പറയുന്ന ലാറ്റിൻ നെയിം എന്ന് വന്നുകൊണ്ടാണ് Na എന്ന് നമ്മൾ സോഡിയത്തിന് എഴുതാറുള്ളത്. SO എന്ന് എഴുതാറില്ല. സാധാരണ എപ്പോഴും ഫസ്റ്റ് വേർഡ്സിനൊക്കെ ഫസ്റ്റത്തെ ആൾക്കാരെന്നാണല്ലോ പറയാം. അപ്പൊ ഹൈഡ്രജന്റെ H വന്നത് ഫസ്റ്റ് H വെച്ചിട്ടാണല്ലോ. പക്ഷെ സോഡിയം അങ്ങനെയല്ല. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഒന്നെങ്കിൽ ലാറ്റിൻ നെയിം അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടിനെന്റിന്റെ നെയിം, സയൻസിന്റെ സയന്റിഫിക് ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ നെയിം, അങ്ങനെ പലതിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്റെ പേരുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. പേര് നെയിമുകൾ വന്നിട്ടുള്ളതും സിമ്പിൾ വന്നിട്ടുള്ളതും അങ്ങനെയായിരിക്കാം. നെക്സ്റ്റ്, മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, ആറ്റംസുകൾ പരസ്പരം കൂടിച്ചേരുകയാണെങ്കിൽ അവർ മോളിക്യൂൾസ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരാളുകളാക്കി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആറ്റം ഓഫ് ദ സെയിം എലമെന്റ് ഓർ ഡിഫറെന്റ് എലമെന്റ് കമ്പൈൻ ചെയ്യുന്നു. ഒരേപോലെയുള്ള ആളുകൾ പരസ്പരം കൂടിച്ചേരാം, ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ഇപ്പൊ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ നമ്മൾ പറയാറില്ലേ, അത്രയേ ഉള്ളൂ ഇവിടെ. അതും എന്റെ മക്കളെ അറിഞ്ഞിരിക്കേണ്ട ബേസ് ആയിട്ട് അറിയേണ്ട കാര്യമാണ്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്, അറ്റോമിസിറ്റി. എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് അറ്റോമിസിറ്റി? എന്താണ് അറ്റോമിസിറ്റി? ഇസ് ദ നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ മോളിക്യൂൾ ഓഫ് ദ എലമെന്റ്. ഒരു മോളിക്യൂളിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ആറ്റംസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്, അതാണ് അതിന്റെ അറ്റോമിസിറ്റി. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള് ഒരാളല്ലേ ഉള്ളൂ, ഒരൊറ്റ ഹൈഡ്രജൻ ആറ്റല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ അറ്റോമിസിറ്റി ഒന്നേ വരുള്ളൂ. എന്നിൽ H2 എന്ന് പറയുന്ന മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിലോ 2 ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട്, ഒരു ഹൈഡ്രജനും മറ്റേ ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് H2 ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാൻ വേണ്ടി പറ്റും H2 എന്ന് പറയുന്ന ആൾ എന്താ മക്കളെ, നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത് 2 ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ O3 ആണെങ്കിൽ 3 ആണ് അതിന്റെ അറ്റോമിസിറ്റി വരിക അല്ലെ. അങ്ങനെ ഓരോന്നിനനുസരിച്ചിട്ട് അതിന്റെ അറ്റോമിസിറ്റി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ മാറ്റുന്നതാണ് മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, ട്രൈ അറ്റോമിക്, പോളി അറ്റോമിക് ഒക്കെ. മോണോ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആറ്റം മാത്രമുള്ളതിനെയാണ് നമ്മൾ മോണോ അറ്റോമിക് എന്ന് പറയാ. മോൺസ്റ്റർ ആയിട്ട് വന്നവൻ, മോളിക്യൂൾ വിത്ത് ഓൺലി 1 ആറ്റം. അപ്പൊ 2 ആവുമ്പോൾ ഉണ്ടാവും ഡൈ ആയിരിക്കും. 2 ആറ്റംസ് പ്രസന്റ് ആണെങ്കിൽ, മോളിക്യൂൾ വിത്ത് 2 ആറ്റംസ് ആണെങ്കിൽ അതാണ് ഡയാറ്റോമിക് മോളിക്യൂൾസ്. പോളി അറ്റോമിക് എന്ന് പറയുമ്പോൾ എത്രയാവാം, 3, 4, 5, 6, 7, 8 എത്ര വേണേലും ആവാൻ പറ്റും. അതിനെയാണ് നമ്മൾ പോളി അറ്റോമിക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇത് അവിടെ തന്നിട്ടുണ്ട്. ആർഗൺ എന്ന് പറഞ്ഞാൽ മോണോ അറ്റോമിക് ആണ്. ഇപ്പോ ഹീലിയം ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹീലിയം, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റാഡോൺ ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നവന്മാരാണ്. സോ അവരൊക്കെ മോണോ അറ്റോമിക് ആണ്. ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്നത് എന്താ മക്കളെ, 2 പേരെ കൂടി ചേർന്നിട്ട് O2 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ 2 ആണ്, ഡൈ ആണ്. ഹൈഡ്രജൻ 2 ഡൈ ആണ്, നൈട്രജൻ ഡൈ ആണ്, ക്ലോറിൻ ഡൈ ആണ്. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ 4 പേര് ചേർന്നിട്ട് P4. അതിന് നമുക്ക് വേണമെങ്കിൽ ടെട്ര എന്ന് പറയാം. 3 എണ്ണാണെങ്കിൽ ട്രൈ, 3 ആറ്റംസ് കൂടി ചേർന്നിട്ട് മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ ട്രൈ. ആൻഡ് 4 എണ്ണാണെങ്കിൽ ടെട്ര. അപ്പൊ ടെട്ര അറ്റോമിക് എന്നോ പോളി അറ്റോമിക് എന്നോ ഏത് വേണേലും എന്റെ മക്കൾക്ക് പറയാം. ഇത് സൾഫർ ആണെങ്കിൽ പോളി അറ്റോമിക്. അപ്പൊ അതും എന്റെ മക്കൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻസ് ആണ്. റെഡി? അടുത്തതാണ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഉപ്പിനെ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം
When 2 or more elements join ചെയ്യുന്നു, ഒരു ഡെഫിനറ്റ് മാസിലോ പ്രൊപ്പോർഷനിലോ ഒക്കെ അവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. NaCl എന്ന് പറയുന്നത് കോമ്പൗണ്ടിനകത്ത് എന്തുണ്ട്, സോഡിയം ഉണ്ട്, ക്ലോറിനും ഉണ്ട്. രണ്ടും കൂടെ കൂടിയിട്ടാണ് NaCl ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. സോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിനകത്ത് അയോൺസുകൾ എന്ന് പറയുന്ന ഒരാളും കൂടെ ഇൻക്ലൂഡഡ് ആണ്. എന്താണ് അപ്പൊ അയോൺസ് എന്റെ മക്കൾ അറിയണം അല്ലേ. അപ്പൊ നമ്മുടെ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ Na+ എന്നും Cl- എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇതാണ് അയോൺസ്. എങ്ങനെയാണ് ഈ പ്ലസും മൈനസും സോഡിയത്തിനും ക്ലോറിനും വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 2 പോയിന്റ് നിങ്ങൾ അറിയാനുണ്ട്. പോസിറ്റീവ് ചാർജുള്ള ആളുണ്ട് ആൻഡ് നെഗറ്റീവ് ചാർജുള്ള ആളുണ്ട്. പോസിറ്റീവ് ചാർജുള്ള ആളാണ് കാറ്റയോൺ, നെഗറ്റീവ് ചാർജുള്ള ആളാണ് ആനയോൺ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നുമില്ലാതെ വെറുതെ നിൽക്കുന്ന ഒരു ആറ്റത്തില് ചിലപ്പോൾ ഇലക്ട്രോൺസ് കൊടുത്തിട്ട് അവർക്ക് എന്ത് കിട്ടാൻ വേണ്ടി പറ്റും, സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി പറ്റും. അപ്പൊ മിസ്സിന്റെ സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്, ലോസ് ആവുകയാണെങ്കിൽ ഞാൻ എന്താ മക്കളെ, എനിക്ക് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുക, കാറ്റയോൺ ആയിരിക്കും. ആലോചിക്കാൻ എന്ത് ചെയ്യാം, കാറ്റിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റിവിറ്റി അല്ലേ, അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ പോസിറ്റീവ് ചാർജ് കാറ്റയോൺ ആണ്, ഇലക്ട്രോൺ ലോസ് ആവുക. ഇനി ഇലക്ട്രോൺ വാങ്ങിക്കുന്ന ആളുകളുണ്ട്, അത് ആനയെ പോലെ വലിയ ആളുകളായിരിക്കും അല്ലേ. അപ്പൊ ആനയോൺ ആണ് ഇലക്ട്രോൺസ് വാങ്ങിക്കുന്ന ആള്. ആ വാങ്ങിക്കുന്ന ആളെയാണ് നമ്മൾ പോസിറ്റീവ് ചാർജ് ഉള്ള നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോൺ എന്ന് പറയുന്നത്. NaCl വരുന്ന സമയത്ത് നമ്മൾ സോഡിയം ആണ് ഇലക്ട്രോൺസ് കൊടുക്കാൻ റെഡി ആയിട്ടുള്ളത്, അതുകൊണ്ട് Na+ എന്ന് കൊടുത്തു. ക്ലോറിനാണെങ്കിൽ ഒരു ഇലക്ട്രോൺ സോഡിയത്തിൽ നിന്ന് വാങ്ങിച്ച് സ്റ്റെബിലിറ്റി വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ Cl- ആയി. അപ്പൊ മൈനസ് അയോൺ ആയിട്ട് മാറുക പറയുമ്പോൾ അവർ ആനയോൺ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് പരസ്പരം അവർ കൂടി ചേർന്നിട്ടൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള NaCl ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് വാലൻസി. ഇതെല്ലാ സമയത്തും എക്സാമിന് ചോദിക്കുന്ന സാധനമാണ്. വാട്ട് ഈസ് വാലൻസി? ദ കമ്പാനിങ് പവർ ഓഫ് എൻ എലമെന്റ് നോൺ ആസ് വാലൻസി. അവരെ കമ്പാൻ ചെയ്യാൻ പറ്റുന്ന അവരുടെ ഒരു പവറിനെയാണ് നമ്മൾ എന്ത് പറയുക, വാലൻസി എന്ന് പറയുന്നത്. വാലൻസി എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ദ ആറ്റംസ് ഓഫ് എൻ എലമെന്റ് വിൽ കമ്പൈൻ ഇൻ ആൻ ആറ്റം ഓഫ് അനദർ ആറ്റം ടു ഫോം എ കെമിക്കൽ കോമ്പൗണ്ട്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ് തന്നെ എടുക്കാം. സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പൊ കൊടുത്തയാള് ഒരു ഇലക്ട്രോൺ ആയതുകൊണ്ട് വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. ക്ലോറിന് ഇലക്ട്രോൺ വാങ്ങിക്കുകയാണ് ചെയ്തത്, അപ്പൊ ക്ലോറിന്റെ വാലൻസി 1 ആണ്. അപ്പൊ എത്ര ആറ്റം കൊടുത്തോ, എത്ര ഇലക്ട്രോൺ കൊടുത്തോ, എത്ര ഇലക്ട്രോൺ വാങ്ങിച്ചോ അതിനനുസരിച്ചിട്ടാണ് ബാലൻസി ഉണ്ടായിരിക്കുക. അപ്പൊ ബാലൻസി ടേബിൾ പഠിച്ചാൽ തന്നെ സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. സോഡിയം Na+ ആണ്, അപ്പൊ ബാലൻസി +1 ആയിരിക്കും. ആൻഡ് പൊട്ടാസ്യത്തിന്റെ Ka+, ആൻഡ് സിൽവറിന്റെ Ag+, അങ്ങനെ ബാലൻസി ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അത് പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. ബാലൻസി 1, 2, 3, 4 ഒക്കെ കാണിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വെച്ചെന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ വെച്ച് പഠിച്ചാലേ നമുക്ക് നമ്മുടെ കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ക്ലോറൈഡ് ആണെങ്കിൽ HCl എന്ന് നമ്മൾ എഴുതും അല്ലേ. ആ HCl കിട്ടുന്നത് എങ്ങനെയാടാ? ആദ്യം ഹൈഡ്രജന്റെ H ഞാൻ എഴുതി, ക്ലോറൈഡിന്റെ Cl എഴുതി. ഇനി എന്റെ ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണെ. Hന്റെ നമുക്കറിയാം, അവിടെ നോക്കുക, ഹൈഡ്രജൻ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, H+ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ 1 ആണ് വാലൻസി. ക്ലോറിന്റെയും 1 ആണ് വാലൻസി. 1 മൈനസും ഇത് 1+ ആണ്. മൈനസും പ്ലസും ഇതിലേലും സീനൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ പരസ്പരം ബാലൻസുകൾ ക്രിസ് ക്രോസ് ചെയ്യിപ്പിക്കാം. ഒരാളുടെ അപ്പുറത്താൾക്കും അപ്പുറത്താൾ ഇപ്പുറത്താക്കും. അപ്പൊ ക്ലോറിന് ഹൈഡ്രജനും ഹൈഡ്രജന് ക്ലോറിനും അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? H1 മൈനസും Cl 1+ഉം. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും എഴുതില്ല. 1നെ നമ്മൾ അങ്ങനെയൊന്നും എഴുതാറില്ല. HCl എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും കൂടി ചേർന്നിട്ടാണെന്ന്. അപ്പൊ HCl എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം വേഗം. ഹൈഡ്രജൻ സൾഫൈഡ് ആണെങ്കിൽ ഹൈഡ്രജൻ എഴുതി, സൾഫർ എഴുതി, സൾഫറിന്റെ S എഴുതി, ഹൈഡ്രജന്റെ വാലൻസി 1, സൾഫറിന്റെ 2. ഇനി ഞാൻ പരസ്പരം ക്രിസ് ക്രോസ് ചെയ്യിപ്പിക്കുകയാണ്. അവരുടെ വാലൻസീസ് പരസ്പരം ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ H2S1 വന്നു. S1 നമ്മൾ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് H2S എന്ന് എഴുതിയാൽ തന്നെ ധാരാളം. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? H2S കേട്ടോ. അപ്പൊ അങ്ങനെ പലതിന്റെ, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ പറയുമ്പോൾ CO2 എന്ന് പറയും, അമോണിയ ആണെങ്കിൽ NH3 എന്ന് പറയും, നൈട്രിക് ആസിഡ് ആണെങ്കിൽ HNO3 എന്ന് പറയും. അങ്ങനെ ഈ ഫോർമുലാസ് എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് എന്തായാലും ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കെമിക്കൽ ഫോർമുലാസ് എഴുതി പഠിക്കാം. ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യം കൂടെ ഉള്ളൂ. മോളിക്കുലർ മാസ്. The molecular mass of a substance is the sum of atomic masses of all atom in a molecule of the substance. ഒരു മോളിക്യൂളിനകത്ത് എന്തോരം ആളുകൾ ഉണ്ടോ, എത്ര ആറ്റംസ് കൂടി ചേർന്നിട്ടാണോ ഉണ്ടായത്, അതിനെ മൊത്തത്തിൽ നമ്മൾ കൂട്ടിയിട്ട് പറയുന്നതാണ് നമ്മുടെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഈസ് therefore the relative mass of the molecule expressed in atomic mass unit. ഇതിനെ നമുക്ക് U എന്ന് നമുക്ക് അറ്റോമിക് മാസ് യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഏതൊക്കെ എത്ര എണ്ണം ഉണ്ടോ, ഇപ്പൊ ഒരു
അപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ക്ലോറിന്റെ കേസ് നമുക്ക് 35.5 നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഓരോന്നിന്റെ മാസം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ് HCl കാണാൻ പറഞ്ഞാൽ Hന്റെ 1 നിങ്ങൾക്കറിയാം, ക്ലോറിന്റെ 35.5 അറിയാം. അപ്പൊ ടോട്ടൽ അതിന്റെ മോളിക്കുലർ മാസ് എത്ര വരും? 36.5 എന്ന് വരും അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് പരസ്പരം ഓരോന്നിനെയും കൂട്ടിയിട്ടാ. എന്ന് വെച്ചാൽ ഒരു കടയിൽ പോയിട്ട് നമ്മള് ബിരിയാണി വാങ്ങിക്കുകയാണെന്ന് വിചാരിച്ചോ, ബിരിയാണി വേണ്ട, വെജിറ്റബിൾസ് വാങ്ങിക്കുകയാണെന്ന് വിചാരിച്ചോ, ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടാവില്ലേ, ക്യാരറ്റും ടൊമാറ്റോയോ ഓനിയൻ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു വിലയാണ് നിങ്ങളോട് പറയാം. ആ വിലയാണ് നമ്മുടെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ അറ്റങ്ങളെയും കൂടെ കൂട്ടി എത്രയുണ്ടോ ആ ഒരു അതിന്റെ ഒരു മാസ് എന്ന് പറയുന്നതാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അത്രമാത്രം പഠിച്ചാൽ മതി. ഇത് വെച്ചിട്ട് പഠിച്ചാൽ മതി. ഈ കോളം വെച്ച് പഠിച്ചാൽ സിമ്പിൾ ആണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ലാസ്റ്റ് വൺ ആണ് ഫോർമുല യൂണിറ്റ് മാസ്. അത് ജസ്റ്റ് ഫോർമുലയിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. ദ ഫോർമുല യൂണിറ്റ് മാസ് ഇസ് സം ഓഫ് ദ അറ്റോമിക് മാസസ് ഓഫ് ഓൾ ആറ്റം പ്രസന്റ് ഇൻ ഫോർമുല യൂണിറ്റ്. യൂണിറ്റ് വൈസ് ചെറിയ മാറ്റം വരും. ഫോർമുല യൂണിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ട്. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ 9th CBSEയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൽ നമ്മുടെ നിഞ്ച ബാച്ചിലും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ് ഒക്കെ വരുന്നതാണ് നിഞ്ച ബാച്ചിൽ. താഴെ സ്ക്രോൾ പോകുന്നുണ്ട്. സോ സ്ക്രോളിലത്തെ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും കേട്ടോ. സോ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. അവിടെ കാണാം. അതുവരേക്കും ബൈ ബൈ. സീ മക്കളെ ബൈ.